Hello guys, welcome back to my channel. Day 6 അല്ല day 5. സോ day 5 ആണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ശരിക്കും കുഞ്ഞു വീഡിയോ ആണ്. സോ ഇപ്പം ഞാൻ വാൾമാർട്ടിലാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 100 day ചാലഞ്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് day 5 ആണ്. സോ ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാൾമാർട്ടിൽ സാധനം ഒന്നും വാങ്ങിക്കാൻ വന്നതല്ല. ഞാൻ വാൾമാർട്ടിൽ ലൈക്ക് ഒരു ദിവസം എൻ്റെ പഴയ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കാണാം. വാൾമാർട്ടിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് എല്ലാവർക്കും മെയിൻ പ്രശ്നം എന്തായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു ജോലി കണ്ടുപിടിക്കാന്നായിരിക്കും. അപ്പം നമുക്ക് ജോലി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്നവരെ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം എന്ന് പറയാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഊബറാണ്. ഊബർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ കാറോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ നടന്നിട്ടോ അല്ലെങ്കിൽ ബൈസൈക്കിളോ, ഇങ്ങനെ 2 വഴിയാണ് നമുക്ക് ഊബർ ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ അത് ചെയ്യാനാണ് ഇന്ന് വന്നേക്കുന്നത്. നമുക്ക് ഓർഡർ കിട്ടുമോ ഒന്നും അറിയത്തില്ല, കാരണം നമ്മൾ കുറേ ദിവസമായി ഊബർ ചെയ്തിട്ട് ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അക്കൗണ്ട് നമുക്ക് ഡെയിലി ഓർഡർ എടുക്കുന്നവർക്കായിരിക്കും പെട്ടെന്ന് ഓർഡർ അടിക്കുക. ഇന്ന് ഓർഡർ അടിക്കുമെന്ന് അറിയത്തില്ല. പിന്നെ വാൾമാർട്ടിൽ എന്തുകൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഓർഡേഴ്സ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഓർഡറിന് നമുക്ക് മാക്സിമം $3 $4 ഒക്കെ ആയിരിക്കും കിട്ടുക. ഇതെന്ന് പറയുമ്പോൾ വാൾമാർട്ടിൽ പേ ആൻഡ് പർച്ചേസ് ആയിരിക്കും. അതായത് സാധനങ്ങൾ വീട്ടിലിരുന്ന് അവർ ഓർഡർ ചെയ്യും, നമ്മളിത് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് മിനിമം ചിലപ്പോൾ $10 $15 ഒക്കെ ഒറ്റ ഓർഡറിന് കിട്ടും. അപ്പോൾ നമ്മൾ വാൾമാർട്ടിൽ വന്നു. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഓർഡർ അടിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ലാതെ നമുക്കൊരു ഫാനും കൂടെ വാങ്ങിക്കണം എന്നുണ്ട്. സമ്മറായിട്ട് നമുക്ക് ഭയങ്കര ചൂട് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു ഫാനും നോക്കണം. അതേപോലെ തന്നെ ഊബറും കൂടെ ട്രൈ ചെയ്യാനാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. സോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ പ്ലീസ് ലൈക്ക്, കമൻറ്റ്, ഷെയർ. നമ്മൾ ഊബർ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഓൺലൈനാണ്. ഒരു 10-20 മിനിറ്റായി നമ്മൾ ഓണാക്കി വെച്ചിട്ട്. അപ്പോൾ ഇത് റെഡ് സോണാണ്. നമ്മൾ നിൽക്കുന്നത് റെഡ് സോണിലാണ് നിൽക്കുന്നത്. അങ്ങനെ സോണുള്ളവിടെ പോയി നിന്നാലാണ് ഓർഡേഴ്സ് നമുക്ക് അടിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അക്കൗണ്ട് റീച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എപ്പോഴേലും ഓർഡർ അടിക്കുന്നതുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ വെയിറ്റിംഗ് ആണ്. ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും. നമുക്കൊരു ഓർഡർ കിട്ടും. 1-2 ഓർഡർ അടിച്ചാൽ തന്നെ നമുക്കൊരു $10-40 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിലൊരു ഇൻകം പോലെ ആയല്ലോ. അപ്പോൾ നമ്മൾ ഊബറിന് വന്നേക്കുവാണ്. നമ്മളിപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മൾ ഊബർ ഓർഡർ അടിക്കുമെന്ന് അറിയാൻ വേണ്ടി നിൽക്കുമല്ലോ. അപ്പോൾ ഡ്രസ്സൊക്കെ ചുമ്മാ നോക്കിയേക്കാം. ഡ്രസ്സ് നമ്മുടെ വികാരമാണല്ലോ എപ്പോഴും. പക്ഷെ എടുക്കാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ നമുക്കിപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടെ ഇലക്ട്രോണിക്സും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫാനും കൂടെ ഒന്ന് നോക്കണമായിരുന്നു. ഫാനിൻ്റെ സെക്ഷനും കൂടെ ഒന്ന് നോക്കണം. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗായ്സ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ജോലിയും കിട്ടിയിട്ടില്ലെങ്കിൽ ഹോപ്പ് കൈവിടരുത്. അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാലാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ഒരു ഇൻകം കിട്ടാൻ വഴിയില്ല എന്നുണ്ടെങ്കിൽ ഊബർ ചെയ്യുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവും. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഈ ഊബർ അക്കൗണ്ട് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് എനിക്കൊരു ഏകദേശം 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ആക്ടിവേറ്റ് ആയത്. അപ്പോൾ അതിൽ കുറേ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു ടൈം പീരീഡ് എടുക്കും. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഊബർ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി. നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് ഓർഡർ എടുക്കാൻ തുടങ്ങാം. ഇങ്ങനെ ഇതുപോലെ സോണുള്ള ഏരിയാസ് നോക്കുക, അവിടെ വന്ന് നിൽക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. ഊബർ മാത്രമല്ല കേട്ടോ, അല്ലാതെ തന്നെ വേറെ കുറേ ഡോർ ഡാഷ് അങ്ങനത്തെ അപ്ലിക്കേഷൻസും ഉണ്ട്. ഇവിടെ എല്ലാവരും ലൈക്ക് ഫ്രീ ടൈമിലൊക്കെ ഊബർ ചെയ്യുന്നവരാണ്. കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം മിനിമം ഏറ്റവും കുറഞ്ഞ ഓർഡറിന് $10 ഒക്കെ കാറിലാണെന്നുണ്ടെങ്കിൽ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സൈക്കിളോ വാക്കിങ്ങോ ആണോ ചൂസ് ചെയ്തേക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് $3 അല്ലെങ്കിൽ $4 ഒക്കെ ആയിരിക്കും ഏറ്റവും മിനിമം ചെറിയ ഓർഡറിന് നമുക്ക് കിട്ടുക. നമുക്ക് ഓർഡർ അടിക്കുമോ എന്ന് നോക്കാം. അതുവരെ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയാലോ. 1-2 ഡ്രസ്സിൻ്റെ പ്രൈസ് ഞാൻ കാണിച്ചു തരാം. ചുമ്മാ നമുക്ക് നാട്ടിലെ പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യാമല്ലോ. നമുക്ക് ഗേൾസിൻ്റെ സെക്ഷനിലോട്ടാണ് ഞാൻ പോകുന്നത്. ബോയ്സിൻ്റെ സെക്ഷനും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഒരു സ്വെറ്റ് ഷർട്ടാണ്. ബ്രാൻഡഡ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് വാൾമാർട്ടിലാണ് കേട്ടോ. പ്രൈസ് വരുന്നത് $32 ആണ്.
നാട്ടിലെ നോക്കുവാണെങ്കിൽ ഒരു 2000 രൂപയൊക്കെയാണ്. നാട്ടിലാണെങ്കിലും ബ്രാൻഡഡ് ആയതിനെ നമുക്ക് ഈ ഒരു പ്രൈസിന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ, ഞാൻ പറയുവാണെങ്കിൽ ഞാനെല്ലാം വാങ്ങിച്ചുകൊണ്ടിട്ടാണ് വന്നത്, നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഏറ്റവും നല്ലത് ഇവിടെ വന്ന് വാങ്ങിക്കുന്നത് തന്നെയായിരിക്കും. നമ്മൾ അത്രയും ഡ്രസ്സ് കൊണ്ടുവരുന്നതിന് പകരം ഞാൻ പറയുവാണെങ്കിൽ കുറച്ച് ഫുഡ് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്, മസാലാസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ പാൻസ് ആണെന്ന്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം കേട്ടോ. എത്രയാ? $29 ഉള്ളൂ. ജീൻസൊക്കെയാണ്. ലൈക്ക് വാൾമാർട്ടിൽ നമുക്ക് എല്ലാ ടൈപ്പ് സാധനങ്ങളും കിട്ടും, ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഓർഡർ ഇതുവരെ അടിച്ചിട്ടില്ല, അടിക്കുന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നമ്മൾ, വെയിറ്റിംഗ് ആണ്. ഇങ്ങനത്തെ പാൻസൊക്കെ ഇതൊക്കെ ആട്ടോ ഞാനും വീട്ടിലിടുന്നത്. ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. $17 ഒക്കെയാണ് വരുന്നത്, പ്രൈസ് വരുന്നത്. ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, ലൈക്ക് പല പല കളേഴ്സിൽ, എല്ലാ കളേഴ്സിലുള്ള ജാക്കറ്റ്സും ഉണ്ട്. ഇപ്പം നമുക്ക് സമ്മർ ആയതുകൊണ്ട് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പക്ഷെ വിൻ്റർ ടൈം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ജാക്കറ്റിൻ്റെ ഒക്കെ ആവശ്യം വരും. ഈ ജാക്കറ്റിനൊക്കെ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് $20 $25 എത്രയാ? $25 ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയൊക്കെ നമുക്കുണ്ട്, നല്ല ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. നമുക്ക് ഏകദേശം ചെറിയൊരു, ഇവിടുത്തെ വാൻകൂവറിലെ വിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ബാക്കിയുള്ള ഒരു പ്രൊവിൻസിനെയും പോലെ അല്ല, അത്രയും വിൻ്റർ വരത്തില്ല ഇവിടെ എങ്ങനെയാണെങ്കിലും. ഒരു ലിമിറ്റ് വിടാതെ ഇവിടുന്ന് തണുപ്പൊന്നും ഇവിടെ അത്ര വരത്തില്ല. ബട്ട് സ്റ്റിൽ എന്നാലും നമ്മൾ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ ഇതേ സ്ട്രഗ്സ് പോലത്തെ ഒക്കെ, ഇതിനൊക്കെ ജസ്റ്റ് $25 ഉള്ളൂ. പിന്നെ നമുക്ക് ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസസ് ഉണ്ട്. ഷോർട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വാൾമാർട്ടിന് 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. സ്നാക്സ്, നമ്മുടെ നാട്ടിലെ ലേസാണ് ഗൈസ്. അവിടെ 10 രൂപ 20 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവിടെ $3 150 രൂപയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് അവിടെ തന്നെ വെക്കുന്നു, പോകുന്നു. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓൺലൈൻ തന്നെ ആട്ടോ ഓർഡർ വരുന്നുണ്ടോയെന്ന് കുറേ നേരമായി നോക്കിയിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓർഡർ അടിക്കാത്തതുകൊണ്ട്, ഓർഡർ അടിക്കുവാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കിട്ടും. അപ്പോൾ അതുവരെ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബോയ്സിൻ്റെ ഡ്രസ്സും കൂടെ കാണിച്ചു തരാമെന്ന്. ബോയ്സിൻ്റെ ഡ്രസ്സിനും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രൈസ്. ഇതിപ്പോൾ ഒരു ഹുഡിയാണ് ബോയ്സിൻ്റെ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം $32. ഞാൻ പറഞ്ഞ പോലെ 12,000 രൂപയൊക്കെയാണ് വരുന്നത്. ഇതിലും ചീപ്പായിട്ടുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ. ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലോത്താണ് നിങ്ങൾക്ക് കാണിച്ചു തന്നെ. സോ ഗായ്സ്, നമ്മൾ ഫാൻ നോക്കി. വിൻ്റർ സമ്മർ ആയതുകൊണ്ട് ഒരു ഫാന് പോലും ഇല്ല കേട്ടോ. എല്ലാ ഫാനും ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. അപ്പോൾ ഫാൻ ഇട്ടില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു, അപ്പോഴും നമുക്ക് ഫാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഫാൻ ഔട്ട് ഓഫ് സ്റ്റോക്കായിരുന്നു. പിന്നെ ഊബറിൻ്റെ ഓർഡറും നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഏകദേശം ഓണാക്കി വെച്ചിട്ടൊരു ലൈക്ക് 45 മിനിറ്റൊക്കെ കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ഓർഡർ അടിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അക്കൗണ്ട് കുറേ ദിവസമായി യൂസ് ചെയ്തിട്ട്, അതുകൊണ്ടായിരിക്കും തോന്നുന്നു. സോ നമ്മളിപ്പോൾ ഏകദേശം വാൾമാർട്ടും ക്ലോസ് ചെയ്യാറായി. അപ്പോൾ വീട്ടിൽ പോകാനായിരുന്നു പ്ലാൻ. ഏകദേശം നമ്മൾ ഗീവ് അപ്പ് ചെയ്യരുത്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്കറിയുന്ന കാര്യങ്ങൾ ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ എല്ലാവരും ടേക്ക് കെയർ, ബൈ, ഐ ലവ് യു. എനിക്ക് ഊബർ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിച്ചു തരണം എന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഊബർ വരുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. വാൾമാർട്ടിൽ ഓർഡർ ആണെന്നുണ്ടെങ്കിൽ സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാവും, നമ്മൾ എടുക്കുക, അതിൻ്റെ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ആവും. എന്നിട്ട് കാർട്ടിലോട്ട് ആഡ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ പ്രൈസ് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിലോട്ട് വരും. അല്ലെങ്കിൽ ഊബറിൻ്റെ ഒരു പ്ലസ് കാർഡ് ഉണ്ട്, അതിൽ നിന്ന് പേ ചെയ്യണമെങ്കിൽ അതിലോട്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് അതിലോട്ട് കയറിക്കോളും. എന്നിട്ട് നമ്മൾ ഊബർ സാധാരണ ചെയ്യുന്ന പോലെ ഊബർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അങ്ങനെയാണ്. പക്ഷെ നമുക്കിന്നും ഭാഗ്യമില്ല, ഓർഡർ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ.